ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണോദ്ഘാടനം നിർവഹിക്കും. ഭൂവുടമകളായ കർഷകർക്ക് 3 തുല്യ ഗഡുക്കളായി പ്രതിവർഷം 6000 രൂപ നൽകുന്ന പദ്ധതിയാണ് പിഎം കിസാൻ സമ്മാൻ നിധി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ പുരോഗമിക്കുന്നു. നിക്ഷേപക രംഗത്ത് ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സംസ്ഥാനത്ത് 31 പുതിയ പദ്ധതികൾ ഉടൻ ആരംഭിക്കും. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ നൽകുന്ന നിക്ഷേപ അവസരങ്ങളും വൈദഗ്ധ്യവും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആഗോള നിക്ഷേപകരോട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസത്തെ ഇൻവെസ്റ്റ് കേരള അന്താരാഷ്ട്ര സംഗമത്തിലേക്ക് നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്നതായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. എന്നാൽ സംസ്ഥാനം കൂടുതൽ നിക്ഷേപക സൌഹൃദമാകണമെന്നും സർക്കാരിന്റെ സമീപനം മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം വിമർശനമുന്നയിച്ചു. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണുള്ളതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വിദ്വേഷ പരാമർശത്തിൽ മുൻ എംഎൽഎ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിലാണ് നടപടി. സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം നാളെ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം മറ്റന്നാൾ നടക്കും. സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ക്യാൻസർ അതിജീവിതരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നാളെ കോഴിക്കോട് സംഘടിപ്പിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിപാടിയിലൂടെ രോഗമുക്തരുമായി സംവദിക്കും. സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന പരമ്പരാഗത വിത്ത് ഉത്സവം മന്ത്രി സജി ചെറിയാൻ നാളെ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണവും പ്രചരണവും ഉറപ്പുവരുത്തുന്ന പരിപാടി ഈ മാസം 24-ന് സമാപിക്കും. ലഭ്യമായ ഭൂമികളിൽ കൃഷി ചെയ്യാൻ കർഷകർക്കും കൂട്ടായ്മകൾക്കും സഹായമാകുന്ന നിയമം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. അഗ്രി ബിസിനസുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ പിന്തുണയോടെ നടത്തുന്ന FPO മേള കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കർഷകരുടെ വരുമാന വർദ്ധനവിന് സഹായകരമാകുമെന്നും ഓരോ കൃഷിഭവന് കീഴിലും 5 ഉൽപ്പന്നങ്ങൾ എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകുന്നേരം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പുനഃചംക്രമണയോഗ്യമായ പ്ലാസ്റ്റിക് കവറുകളുടെ റീസൈക്ലിംഗ് ആണ് ഈ യൂണിറ്റിൽ നടക്കുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം. സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് കേരളം ഇതാദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു. ബുധനാഴ്ച ആരംഭിക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും. മുംബൈയിൽ നടന്ന ഓൾ ഇന്ത്യ അന്തർ സർവകലാശാല സ്ക്വാഷ് ടൂർണമെന്റിൽ മുൻ ചാമ്പ്യന്മാരായ മുംബൈയെ 3-1 തോൽപ്പിച്ച് കേരളത്തിന്റെ പെൺകുട്ടികൾ വെങ്കല മെഡൽ നേടി. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മേഖലയിലെ ഗോത്രവർഗ ഉന്നതികളിലെ ഗർഭിണികൾക്ക് പോഷകാഹാരം വീടുകളിൽ എത്തിച്ച് നൽകണമെന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ. ജനനി സുരക്ഷാ പദ്ധതി പ്രകാരം ലഭിക്കുന്ന പ്രസവാനുകൂല്യം മുടക്കരുതെന്നും കമ്മീഷൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അതിരപ്പിള്ളി വനമേഖലയിൽ നിന്നും മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലെത്തിച്ച കാട്ടാന ചരിഞ്ഞു. മസ്തകത്തിൽ കണ്ടെത്തിയ ഒരടിയോളം ആഴത്തിലുള്ള മുറിവ് മറ്റൊരാനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതാണെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന വ്യാപകമായി GST വകുപ്പിലെ ഇന്റലിജൻസ് ആന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം റെഡി മിക്സ് കോൺക്രീറ്റ് യൂണിറ്റുകളിൽ പരിശോധന നടത്തി. 49 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചില സ്ഥാപനങ്ങൾ 56 കോടി രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ച് 10 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായാണ് പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയത്.
ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ ജീവജാല സർവേക്ക് തുടക്കമായി. കേരള വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായാണ് സർവേ നടത്തുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.